പക്ഷെ ക്യൂയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ പറ്റും. പലരും പറയുന്നത് ഇംഗ്ലീഷ് ഭയങ്കര ബോറാണ് എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ഇന്റഗ്രേഷൻ ഡിഫറൻസ് ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം, ഇംഗ്ലീഷും വേണം, കോണ്ടന്റ് വേണം. ഓക്കെ, രണ്ടിലും എൻട്രി വേണം. ഹായ്, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം. ഞാൻ വൈശാഖ് മാധവൻ. ഞാൻ ജെറിൻ ജോസ്. ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ എക്സാമിന്റെ ഒക്കെ സീസൺ അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് പുതുവർഷത്തിൽ, അല്ലേ ജെറിൻ സാറേ? അതെ അതെ, ഇനി കുറെ അധികം എക്സാമുകൾ വരാനിരിക്കുകയാണ്. 2024 നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്ഷൻ വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ടെന്നല്ല, ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്ന കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഞാനും ജെറിൻ സാറും തമ്മിലൊരു തർക്കം ഇവിടെ വന്നപ്പോ. എന്താണ് സാറേ തർക്കം? ഇംഗ്ലീഷ് ആണോ കോണ്ടാണോ പഠിക്കാൻ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യം, ഏറ്റവും എളുപ്പം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തർക്കം വന്നിരിക്കുന്നത്. ആ തർക്കത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, അത് കൊണ്ട് തന്നെയാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഒരു സംശയമില്ല, ആർക്കും സംശയമില്ല അത് ഇംഗ്ലീഷ് ആണെന്ന്. ഇവിടെ ഉള്ളതല്ല. അല്ലല്ല, അതില് തർക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സബ്ജക്ട് അല്ലെ, കുട്ടികളുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള സബ്ജക്ട്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്. ഗ്ലാമർ സബ്ജക്റ്റീവ് ആണ്. ഗ്ലാമർ എന്നുള്ളൊരു വാക്ക് തന്നെ സബ്ജക്റ്റീവ് ആണ്. അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് കട എടുത്തേ ഉള്ളൂ. പക്ഷെ അത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ മിടുക്കൻ എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈക്വൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്? എക്സാമിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുള്ള അതേ വെയിറ്റേജ് ആണ് ലാംഗ്വേജിനുള്ളത്. അതെന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻസ് കുറവാണ്, 30 ക്വസ്റ്റ്യൻ പ്രിലിംസിന് അല്ലേ? ഒരു 5 ക്വസ്റ്റ്യൻ വ്യത്യാസം, അതൊരു താരതമ്യേന വലിയൊരു വ്യത്യാസമൊന്നുമല്ല. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. 4 ഡയമെൻഷണൽ സ്ട്രാറ്റജിയിലാണ് നിങ്ങളുടെ സ്പെഷ്യൽ ബാച്ചുകൾ പോകുന്നത്. അതിൽ ലെവൽ 1 സിലബസ് കവറിങ്ങും അതിനുശേഷം ലെവൽ 2 എത്തുമ്പോൾ വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ് എന്നീ മേഖലകളിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മളുടെ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന 4 ലെവലുകളായിട്ടാണ് അല്ലെ. 4 ലെവൽ എന്ന് പറഞ്ഞാൽ 4 സ്റ്റേജ് ആണ്. ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഫുൾ സിലബസ് അങ്ങോട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് തരും. ലെവൽ 2 എന്താ, ഏതാണോ നിങ്ങളുടെ വീക്ക് പോയിന്റ്, ഇപ്പൊ QA ആവാം, റീസണിങ് ആവാം, ഇംഗ്ലീഷ് ആവാം, അതിന് ബേസ് ചെയ്തിട്ട് അതിന് വേറെ സെപ്പറേറ്റ് ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ ലെവൽ 2 വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ്, സ്പീഡ് ആക്യുറസി ബിൽഡിംഗ്. ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലാണ്. ഇപ്പൊ മെയിൻസിന്റെ കോച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് പിന്നെ എന്താണ് ലാസ്റ്റ് വരുന്നത് ലെവൽ 4. ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കോച്ചിങ് സെന്റേഴ്സും ഒരുപക്ഷെ ഇന്റർവ്യൂ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് വരെ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നു. വൺസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, എൻട്രിയിൽ ജോയിൻ ചെയ്താൽ ലാസ്റ്റ് ജോലിയായിട്ട് പുറത്തു പോകും. വേറെ എവിടേക്കും വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾ അടുത്തത് പോകുന്ന ഒരു ബാങ്കിലേക്കായിരിക്കും. അതെ, ബാങ്ക് മാത്രമേ ഇൻഷുറൻസ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും അല്ലെ സാറേ? അപ്പൊ നമുക്ക് നമ്മളുടെ തർക്കം തീർന്നിട്ടില്ല, അതവിടെ നിൽക്കുക. വീണ്ടും ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി ടു സ്റ്റഡി ഇംഗ്ലീഷ് അല്ലെ, അതാരാ പറഞ്ഞ ഈസി ടു സ്റ്റഡി ആണെന്ന്? ഞാൻ അല്ല, പലരും പറയുന്നത് ഇംഗ്ലീഷ് ഭയങ്കര ബോറാണ് എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലാംഗ്വേജ് ഇല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് സംസാരിക്കുന്നതല്ലോ, നമുക്ക് അതിന്റെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചാലും ഈ ഗ്രാമറും അതേപോലെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ നമ്മളുടെ ഞാനിപ്പോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഇംഗ്ലീഷ് ഒരു രാത്രി ഒരു 10 മണിക്കാണ് ഇരുന്ന് പഠിക്കണേന്ന് വെക്കാം, എന്താ കുഴപ്പം? 11 മണിക്ക്. പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്യും, 4 QL ഒരു പ്രോബ്ലം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയം അവരുടെ ടൈം അങ്ങോട്ട് മാറി കിട്ടി, അങ്ങോട്ട് സുഖമായിട്ട് അവരെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും. അപ്പൊ QAയുടെ പ്രത്യേകത എന്താ? നമുക്കേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇംഗ്ലീഷിലെ കുട്ടികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം സാർ, നെഗറ്റീവ് മാർക്ക് അടിക്കാറുണ്ടെന്നാണ് അല്ലെ? അത് കോണ്ടിൽ അടിക്കും, വന്നാലും നെഗറ്റീവ് അടിക്കും. പക്ഷേ ഇംഗ്ലീഷ് കോണ്ട് റീസണിങ് എന്നുള്ള വ്യത്യാസമില്ല, തെറ്റുത്തരം ഏതിലാണെങ്കിലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ QAയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ പറ്റും.
കറക്റ്റ്. അല്ലെ, തെറ്റാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ പഠിക്കണം അല്ലെ. ഓപ്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓപ്ഷൻസ് ഒരു ഡിജിറ്റിന്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും ഉണ്ടാവുക. ചെയ്തു വന്നാലും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ്. അത് നമ്മൾ എന്താണ് അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് സംശയം വരാറില്ല. അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ക്വാണ്ടിൽ നെഗറ്റീവ് മാർക്ക് വരുന്നില്ല എന്നുള്ളത്. വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ, ഇപ്പൊ ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഗ്രാമർ ഒക്കെ കൺഫ്യൂസിംഗ് ആണ് കുറച്ച് കൂടുതൽ. കൺഫ്യൂസിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷൻ ഏതാണെന്നൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ QL എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് വൃത്തിക്ക് അങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് കിട്ടിയാൽ ഉറപ്പാ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ഇങ്ങോട്ട് പോരും. ഇംഗ്ലീഷിന് അത് തന്നെയാണ്. ഇംഗ്ലീഷിന് നമുക്ക് സംശയമുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ A വേണോ B വേണോ C വേണോ എന്ന് ഡൗട്ട് വരുന്നു. ഗ്രാമർ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഓപ്ഷൻ പോലും നോക്കേണ്ട കാര്യം വരുന്നില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ എറർ എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് സാധാരണ ഞങ്ങളുടെ കുട്ടികൾ ഓപ്ഷൻസിലേക്ക് ചെല്ലുന്നത്. അപ്പൊ കണ്ടെത്തിയ ഓപ്ഷൻ അവിടെ കാണും. പിന്നെ നെഗറ്റീവ് ഞാൻ ഈ പറഞ്ഞ ഉറക്കം വരുന്ന കേസ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ ഉറക്കം വരുന്നതാണ്. പിന്നെ QAയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയും കുറെ പഠിക്കാനാണെന്ന്. പക്ഷെ അത് കണക്റ്റഡാ. ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സ് വെക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പഠിച്ചു പോകും. അപ്പൊ നമ്മൾ പെർസെന്റേജ് പഠിച്ചു, റേഷ്യോ പഠിച്ചു, DAയിലേക്ക് വരുമ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോൾ എന്താ ഇതെല്ലാം അവിടെ വന്നു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പോവാം. ഇംഗ്ലീഷ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം തുടങ്ങുന്നത് സിലബസ് കവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിന്റെ ബേസിക്സിലാണ് തുടങ്ങുക. ഗ്രാമറിന്റെ ബേസിക് റൂളുകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കാണുമ്പോൾ അതിനെ എങ്ങനെ റീഓർഡർ ചെയ്യണമെന്ന് മനസ്സിലാവില്ലേ? അത് ശരിയാണ്. അപ്പൊ ജംബിൾഡ് സെന്റൻസ് നിങ്ങൾക്ക് കിട്ടിയോ? സെന്റൻസിൽ നിന്നാണല്ലോ പാരഗ്രാഫ് ഉണ്ടാക്കുന്നത്. അപ്പൊ സെന്റൻസ് പഠിച്ചാൽ പാരജംബിൾ കിട്ടിയോ? ഇത് രണ്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സെന്റൻസിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് പഠിച്ചാൽ എറർ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ എറർ കറക്ഷൻ കിട്ടിയോ? എറർ കറക്ഷൻ കിട്ടി. ഓക്കെ. ഇതെല്ലാം വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയണ്ടേ? റീഡിംഗ് കോംപ്രഹെൻഷൻ കഴിഞ്ഞോ? അതും കഴിഞ്ഞു. ഇംഗ്ലീഷിൽ ഇത്രേ ചോദ്യങ്ങളുള്ളൂ. പക്ഷേ ഇതിൽ നിന്നും നല്ല എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലെ? നന്നായിട്ട് അതിപ്പോ കോണ്ടിലാണെങ്കിലും പക്ഷെ ഞാനേ ഇപ്പൊ ചില കുട്ടികൾ പറയും സാറേ ഇംഗ്ലീഷ് നമുക്ക് ഈ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നു, ചിലര് ചോദ്യം പോലും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നത്. ചോദ്യം മനസ്സിലാവുന്നില്ല, അതേപോലെ കട്ടി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. കട്ടി ലാംഗ്വേജ് ഒന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ അതിനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോ ദ ബേസിക്സ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ലേൺ ഫ്രം യുവർ സറൗണ്ടിങ്സ്, ലാംഗ്വേജ് ഇൻ ഡെയിലി ലൈഫ്. നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഇപ്പൊ മലയാളമാണ് നമ്മൾ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് മദർ ടങ് ഒന്നും അല്ല. നമ്മളൊരു ദിവസത്തിൽ എത്രയോ ഇംഗ്ലീഷ് വാചകങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നോട്ടീസ് ബോർഡുകൾ കാണുന്നതാകാം, ഒരു കമ്പനിയുടെ പരസ്യവാചകമാകാം, പത്രത്തിലെ തന്നെ എത്രയോ അഡ്വർടൈസ്മെന്റ്സിന്റെ ഭാഗങ്ങളിൽ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇംഗ്ലീഷ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ലാംഗ്വേജ് നമുക്കൊരു ഒരു വിധം കൈകളിലായി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് ചോദ്യം വായിച്ചാൽ മനസ്സിലാകാതെ പോകുന്നത്? വേറൊരു കാര്യം, നമുക്ക് QA ഇപ്പൊ സാറ് പറഞ്ഞു ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ 35 മിനിറ്റ് നമുക്ക് പ്രിലിംസിന് QAക്ക് വരുന്നുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ആണ്, സോറി 35 ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ തെറ്റിച്ചു. അപ്പോ 35 ക്വസ്റ്റ്യൻസിന് 20 മിനിറ്റ്സ് ആണ് നമുക്ക് സമയമുള്ളത്. പക്ഷെ QAയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഷോർട്ട് ട്രിക്സ് ഉണ്ട്. നമ്മൾ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ മാറ്റി വെച്ച് ഷോർട്ട് ട്രിക്സിലാണ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മാർക്ക് വേറൊരു വലിയ അപകടം കൂടിയുണ്ട്. നമ്മൾ ഒരു വഴിയിലേക്കുള്ള ഒരു ദിശയിലേക്കുള്ളതാണ് ഷോർട്ട് ട്രിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാങ്കിങ് എക്സാം നടത്തുന്നവർ ഏതെങ്കിലും ഒരു തവണ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് ഈ ഷോർട്ട് ട്രിക്കുകൾ മാത്രം നമ്മൾ പറഞ്ഞത് തെറ്റാണ്. കാരണം നമ്മളുടെ ഷോർട്ട് ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷനിലാണ് അല്ലെ? കാൽക്കുലേഷൻ ഇപ്പൊ എന്തായാലും QAയിലെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. പിള്ളേർക്ക് ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എന്താ വരുന്നത്? സ്റ്റുഡൻസ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവർക്ക് സമയം കുറെ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ കൺസെപ്റ്റ് എല്ലാവർക്കും നമ്മൾ സെയിം ആയിട്ട് തന്നെ എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവർ ടൈം പോകുന്ന എവിടെയാ? കാൽക്കുലേഷനാണ്. അപ്പൊ കാൽക്കുലേഷൻ നമ്മൾ ഷോർട്ട് ട്രിക്സ് ആണ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസർ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ മൈൻഡ് കാൽക്കുലേഷൻ, അതേപോലെ എന്താണ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, വിത്തൗട്ട് യൂസിങ് എന്താണ് പെൻ ആൻഡ് പേപ്പർ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പഠിപ്പിക്കും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടല്ലേ? ഇംഗ്ലീഷിൽ ഞാൻ ചോദിച്ചത് എത്ര സ്പീഡ് കൂട്ടിയാലും ഓർക്കേണ്ട ഒരു കാര്യം, 1 മണിക്കൂർ പരീക്ഷയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ചെയ്യണം. അതായത് ഒരു ചോദ്യത്തിന് ആവറേജ് എത്ര സമയം കിട്ടും? ഒരു 32 സെക്കൻഡ് ആണ് കിട്ടുന്നത്. 30 സെക്കൻഡിനുള്ളിൽ മൈൻഡിൽ കൂട്ടിയാലും പേപ്പറിൽ കൂട്ടിയാലും ഉത്തരത്തിലേക്ക് എത്തണ്ടേ? അതാണ് നമ്മൾ. അതേസമയം ഒരു സെന്റൻസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതിൽ എറർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് മതി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോളെ സാർ, ക്വാണ്ടിലേക്ക് സമയം കടമെടുക്കുന്നത് എവിടെയെന്നാണ്? പക്ഷേ അത് ഇംഗ്ലീഷിൽ നിന്നാണ്. അല്ല, ഇപ്പൊ ഇൻഡിവിജ്വൽ ടൈമിംഗ് ആയല്ലോ. ഇപ്പൊ അതായെങ്കിൽ പോലും പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ
പഠിച്ച ആൾക്കാർ ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ബേസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സാർ ഈ പറഞ്ഞ കേസ് ഓക്കെയാ. പക്ഷെ ബേസ് ഇല്ലാത്തവർക്ക് ഗ്രാമറും ഈ എററൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻട്രി മിഷൻ 30 എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ ബാച്ചുകൾ ഉൾപ്പെടെയുള്ള സ്റ്റാർട്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന പിള്ളേർക്ക് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ അവർ 32 സെക്കൻഡിൽ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. നമ്മുടെ കുട്ടികൾക്ക് അതും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ബേസിക്സിനാണോ പ്രശ്നം? നിങ്ങൾ ഏത് ലെവലിലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ളവരും ആയിക്കോട്ടെ, വൺ സെൻട്രിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ ബേസിക്സ് ഒരു പ്രശ്നമല്ല. ഓക്കെ, അത് സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈ 32 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനും വേണ്ട. ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് 3-4 സെക്കൻഡിനുള്ള ആൻസർ കിട്ടും. അപ്പൊ ആ സമയം അല്ല, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു കേസ് ലെറ്റ് എടുത്തു. ആ കേസ് ലെറ്റിൽ ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി സമയം ആ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ സമയം എടുക്കുന്നതിനെ പറ്റി എന്നോട് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളതാണ്, മാത്സ് നമ്മൾ വല്ലാതെ ചതിക്കും എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ കുടുങ്ങിപ്പോവും. ആ ചോദ്യം ചെയ്ത് കിട്ടുന്നില്ല. ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് വന്നാലല്ലേ ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് ഞാൻ പറയട്ടെ, അവരത് കോൺഫിഡൻസോട് കൂടി ചെയ്യാത്തതുകൊണ്ടാണ് സാറേ. കാരണം നമ്മളുടെ കുട്ടികൾ ഇപ്പൊ കിട്ടുന്ന കുട്ടികളൊക്കെ എല്ലാവരും പറയുന്നത് എന്താ, QA മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല, മാത്സിൽ കഴിവുള്ളവരുണ്ട്, കുറെ പേരെങ്കിലും മാത്സിൽ അത്ര പ്രൊഫഷണൽ അല്ലാത്ത. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പിള്ളേർക്ക് ഈ മടി വരാനുള്ള കാരണം എന്താണെന്ന് സാർ ഇപ്പോഴും അത് മടി അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ വാദത്തെ ആദ്യമേ തന്നെ കണ്ടിച്ചല്ലോ, അത് ഞാൻ അംഗീകരിക്കില്ല. കാരണം ഇംഗ്ലീഷ് നോവൽ വായിക്കുന്നവരില്ലേ, എല്ലാവരും വായിക്കുന്നില്ല. എല്ലാവരും വായിക്കുന്നില്ല. നോവൽ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നത്? പോട്ടെ, നോവൽ വായിക്കുന്നില്ല. ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫിലിം റിവ്യൂസ് എങ്കിലും വായിക്കുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പോസ്റ്റുകളുടെ താഴെ എഴുതി വരുന്ന കാര്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, വാട്സാപ്പിൽ മെസ്സേജ് എങ്കിലും വായിക്കുന്നുണ്ടല്ലോ. ഈ വാട്സാപ്പിൽ മെസ്സേജ് വായിക്കുമ്പോൾ സാർ എന്താണ് വാട്സാപ്പിൽ മെസ്സേജ് വായിക്കുമ്പോൾ പുറകെ പോയിട്ടുള്ളത്? അതില്ല. അതിനുള്ള കാരണം ഞാൻ പറയാം, അത് തന്നെയാണ് താല്പര്യമില്ലായ്മയാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല. അതെന്താ? അത് വളരെ ചുരുക്കം. പഠിക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് സാറിന്റെ അസംഷനാണ്. മാത്സ് ക്ലാസ്സിൽ ഞാൻ ഉറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല, ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും മാത്സ് പഠിച്ചതാണ്. ആ കാര്യങ്ങളിൽ അത് വേറെ ധാരണ. അത് 8ലും 9ലും നമ്മൾ +1 +2 പഠിക്കുന്ന മാത്സ് അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് നമ്മളുടെ പ്രത്യേകത. ഇവിടെ ഷോർട്ട് ട്രിക്സ് വെച്ചിട്ട് നമ്മൾ വേറെ രീതിയിലുള്ള ഈ പസിൽ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ മാത്സ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾക്ക് ഈ QA നമ്മൾ ഡെയിലി ആയിട്ടുള്ള കാരണം. ഇപ്പൊ ട്രെയിനിന്റെ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നവരെ എല്ലാവരും അതായിട്ട് കണക്ട് ചെയ്യും. ബോട്ട് ആൻഡ് സ്ട്രീംസ്, ബോട്ടിൽ ട്രാവൽ ചെയ്യുന്നു. സിമ്പിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി, നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ, നമുക്ക് കണക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാം നമ്മളുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താ, ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയയും കിട്ടും അത് പഠിക്കുന്നതോടുകൂടി. അപ്പൊ അവർക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. QAയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ കടയിൽ പോയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ബാങ്ക് എക്സാമിന് വേണ്ടി വരുന്ന ലെവലിലുള്ള ഹയർ ഓർഡർ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒന്നും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ വേണ്ടത് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ ഈ 1/2 കിലോ പഞ്ചസാരയുടെയും 1 കിലോ പഞ്ചസാരയിലൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മളോട് പഠിക്കും. അതിനുള്ള മാത്തമാറ്റിക്സ് അല്ലല്ലോ ഇതിൽ വരുന്ന. അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മല പോലത്തെ സംഭവമാണെന്നാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഇവിടെ സയൻസ് പഠിച്ചവർക്ക് അറിയാം, +1 +2 നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രേഷനും കാൽക്കുലസും ഡിഫറൻഷിയേഷനും ഒക്കെയാണ്. സെറ്റ് തിയറി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ലിമിറ്റ്. പക്ഷെ ഇവിടെ പഠിക്കുന്നത് വെറും 10ാം ക്ലാസ് 8ാം ക്ലാസ് ബേസിലുള്ള കാൽക്കുലേഷനേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാനുണ്ട്. നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ഒരുപക്ഷെ ബോറാണ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് ബാങ്ക് എക്സാമിന് കവിതയിലെ വർണ്ണനകളെ പറ്റിയൊന്നും അല്ല ചോദിക്കുന്നത്. കവിതയോ കഥയോ നോവലോ നാടകമോ അല്ല. ഇത് വരുന്നത് പ്യുവർലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിലും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് വാസ്തവത്തിൽ ഈ എക്സാമിന്റെ ഒരു അപ്രോച്ചിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതും റീസണിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതും ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡില് കാര്യമായ വ്യത്യാസങ്ങൾ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളിത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടല്ല എഴുതുന്നത്. ഓർക്കണം, മെയിൻസിലെ ചില പരീക്ഷകളിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതിൽ നമ്മൾ കുറച്ച് അധികം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും, നമ്മളായിട്ട് സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. പ്രിലിംസ് ലെവലിലോ അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള ക്ലറിക്കൽ ലെവൽ എക്സാംസിന് ഡിസ്ക്രിപ്റ്റീവ് ഇല്ലാത്ത എക്സാമുകൾക്ക് നമ്മളിത് 4 ഓപ്ഷൻസിൽ ഏതാണ് ഉത്തരം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്. അപ്പൊ അത് അത്രയും കൃത്യതയോടെ ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷൻ, മാത്തമാറ്റിക്കൽ എന്നുള്ള വാക്ക് ഞാൻ അത്ര സന്തോഷത്തോടെ അല്ലെങ്കിലും ഞാൻ കടമെടുക്കും. ആളുടെ സ്വഭാവം തെറ്റാണെന്നാണ് മാത്സിനെ പറ്റി അതിൽ പറയല്ലോ. ഓക്കെ,
അതെന്താ ആയിക്കോട്ടെ, അത് മറ്റൊരു തർക്ക വിഷയമായിട്ട് നമുക്ക് വേറെ അത് വേണ്ട, അത് ഫാൻസ് നമ്മളെ പിടിക്കും അല്ലെ, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, ഞാൻ ആ വാക്ക് കടമെടുക്കുന്നു. ആ മാത്തമാറ്റിക്കൽ പ്രസിഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ അതിൽ എറർ എന്താണ് എന്ന് സൂക്ഷ്മമായിട്ട് കണ്ടെത്താനുള്ള ഒരു അറിവ്. നമുക്ക് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ അറിയാം. ഇപ്പം നിങ്ങൾ മാത്സിൽ ഒരു ഫോർമുല പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ റീസണിങ്, ഈ റീസണിങ്ങിനും ചോദ്യം വായിച്ച് മനസ്സിലാക്കണമല്ലോ. ഒരു റീസണിങ്ങിലെയോ കോണ്ടിലെയോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ലാംഗ്വേജ് എബിലിറ്റിയെ ഇംഗ്ലീഷ് സെഷനിലെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇവിടെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ പ്രിലിംസിന്റെ കേസ് പറയുകയാണെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞു 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 20 മിനിറ്റുകളും. പക്ഷെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഭാഗത്ത് നിന്നും തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻ ചോദിക്കും, സിംപ്ലിഫിക്കേഷൻ ചോദിക്കും. അപ്പൊ ഇതെന്താ, നമുക്ക് ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാർക്ക് അവിടെ നിന്ന് കിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സെയിം ക്വസ്റ്റ്യൻസ് എന്താണ് മോർ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് നോക്ക്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു പാസേജ്, പക്ഷെ റീഡിംഗ് സാറേ 150 വേർഡ്സ് ഉള്ള ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയല്ലേ വായിച്ചെടുക്കാനായിട്ട്. സാധാരണ പത്രം വായിക്കുന്നവർക്ക് ആർക്കാണെങ്കിലും വായിച്ച് മനസ്സിലാക്കാവുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ ടഫ് എന്ന് പറയുന്നത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കാണ് ടഫ്? അത് ബേസിക്സ് അറിയാത്തോണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് വായിക്കാൻ. പക്ഷേ ഇവിടെ വരുമ്പോൾ കുട്ടികൾ എന്താണ്, നമുക്ക് എങ്ങനെ പോയാലും ഒരു 20 മാർക്ക് ഈ കോമൺ ടോപ്പിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, അതേപോലെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, നമ്പർ സീരീസ്, ഇവിടെ നിങ്ങൾ വരികയാണ്. ഈ ഇതിൽ വേറൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് എക്സാംസിലേക്ക് വരുന്ന ആൾക്കാർ തങ്ങൾക്ക് മാത്സ് ഒരു അല്പം സ്ട്രോങ് ഏരിയ ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ബാങ്ക് എക്സാമിന് വരുന്നത്. മാത്സ് എനിക്ക് തീരെ വഴങ്ങില്ല എന്നുള്ളത് കൊണ്ട് ബാങ്ക് എക്സാംസ് വേണ്ട എന്ന് വെച്ചവര്. അത് ഞാൻ പറഞ്ഞു സാറേ, അത് ഈ ബിടെക് പഠിച്ചവരുണ്ട്, അതേപോലെ +1 +2 സയൻസ് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് കുറവായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ നമ്മൾ +10th കഴിഞ്ഞിട്ട് മാത്സ് പഠിക്കാത്ത ഒരുപാട് പിള്ളേര് ഇഷ്ടം പോലെ ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് ആ ബേസിക് നമ്മൾ ബേസിക്സ് തറവാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ സാറ് പറഞ്ഞ കേസാണ്, ബേസ് ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ലാംഗ്വേജ് ആണെങ്കിലും എനിക്ക് പറയാനുള്ളതാണ്, ഇപ്പം ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നവർ ഒരുപക്ഷെ സ്കൂൾ ലെവലിൽ ലാംഗ്വേജ് അത്ര കാര്യമായിട്ട് പഠിക്കാത്തവരെ. ഇത് തുടങ്ങേണ്ടത് ലാംഗ്വേജിന്റെ ബേസിക്സ് മനസ്സിലാക്കുക. അത് വളരെ സിമ്പിൾ ആണ്. കാരണം 4ലോ 5ലോ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ വിളിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന ഗ്രാമറിനപ്പുറത്തേക്ക് ഒരു ബാങ്ക് എക്സാമിന് വരുന്നില്ല. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ഇന്റഗ്രേഷൻ ഡിഫറൻസ് ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു കൺക്ലൂഷൻ എത്തി, നമ്മൾ തമ്മിൽ എന്നും വഴക്കുണ്ടാവും. അല്ല, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? ഇംഗ്ലീഷും വേണം, കോണ്ടും വേണം. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള തർക്കം തീരാൻ പോകുന്നില്ല, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അല്ലെ. അപ്പൊ രണ്ട് പാട്ടും. പക്ഷെ തർക്കം ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പോയിന്റ് ഉണ്ട്. കോണ്ട് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. ബേസിക്സ് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും കോണ്ട് ആണെങ്കിലും. പക്ഷെ നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ബാച്ചിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം നമ്മൾ തുടങ്ങുന്നത് ബേസിൽ നിന്നാണ്. അപ്പൊ സിലബസ് ഫുള്ള് കവർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എന്ത് വരും, ആ ട്രാക്കിലേക്ക് കയറി വരും. നിങ്ങളിപ്പോ ചിലപ്പോ നിങ്ങൾ പോകുന്ന ട്രാക്ക് എന്തായിരിക്കും, റോങ് വേ ആയിരിക്കും. നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഇവിടെയുള്ള അധ്യാപകർക്ക് അറിയാം ഏത് ട്രാക്കിലൂടെയാണ് ഇവരെ കൊണ്ടുപോകേണ്ടതെന്നുള്ള മെന്റേഴ്സിന്. നമ്മളുടെ ആ ബാച്ചിന്റെ ഗോൾഡ് ബാച്ചിന്റെ വേറൊരു പ്രത്യേകതയാണ് സാറേ, വീക്ക്ലി അസസ്മെന്റ് ഉണ്ട്. ഈ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന പുതിയൊരു അഡീഷൻ ഉണ്ട്, AI-യുടെ സംവിധാനത്തോട് കൃത്യമായിട്ട് കുട്ടികളുടെ വീക്ക് ഏരിയസ് ഏതാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, നിങ്ങൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് കണ്ടുപിടിച്ചോളും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? ഇംഗ്ലീഷും വേണം, കോണ്ടും വേണം. ഓക്കെ, രണ്ടിനും എൻട്രി വേണം. അപ്പൊ നിങ്ങൾ ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. 2024 നിങ്ങളുടെ ആവട്ടെ. All the best to all the aspirants. Okay, thank you. Thank you.